നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ ഹോം റെമഡീസ് ചോദിക്കാറുണ്ട്. അതിൽ തന്നെയും മൈനർ സ്കിൻ ഇൻഫെക്ഷൻസിന് ആയിരിക്കും മെയിൻലി ചോദിക്കുന്നത്. പുഴുക്കടി അല്ലെങ്കിൽ അതുപോലെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ്, എക്സിമ പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചുണ്ടാകുന്ന പാടുകൾ, ഇങ്ങനെ തിണർപ്പ് പോലെ വരിക, അതായത് ചുവന്ന് തടിച്ച് വരിക, ബ്ലിസ്റ്റേഴ്സ് വരിക, പസ്റ്റ്യൂൾസ് വരിക, അങ്ങനെ ഒത്തിരി മൈനർ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ, അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനോ ഡോക്ടറെ കാണാൻ നമ്മൾ താല്പര്യപ്പെടില്ല. അത് പരമ്പരാഗതമായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തു വരുന്ന അമ്മയോട് ചോദിച്ചിട്ടോ അമ്മായിയോട് ചോദിച്ചിട്ടോ ആരാണെങ്കിലും പഴയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഹോം റെമഡി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതി. പ്രത്യേകിച്ച് ചെറുതായിട്ട് ചുണങ്ങ് പോലത്തെ അവസ്ഥ വരിക, പുഴുക്കടി എന്നൊക്കെ പറയില്ലേ, ചെറിയ ചെറിയ ചൊറിച്ചിൽ വന്ന് തടിച്ചു വരുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹോം റെമഡീസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ പറയാം, നീം പ്ലസ് ടർമറിക് ആണ് അതിലെ മെയിൻ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്കിന്നിൽ വന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണും അടച്ച് നീമും ടർമറിക്കും അരച്ച്, അതായത് ആര്യവേപ്പും മഞ്ഞളും കൂടെ അരച്ച് നമുക്കിടാം. എന്ത് സ്കിൻ ഇൻഫെക്ഷൻ ആണെങ്കിലും പോകും. പോയില്ലെങ്കിൽ നമുക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, അല്ലാതെ ആ സ്കിൻ ഇൻഫെക്ഷൻ കൂട്ടില്ല. അപ്പൊ നമുക്കത് ഇതിൽ കുറയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാം. അടുത്ത് തന്നെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലാണ്. അത് നമ്മൾ കെമിക്കൽ ചേർത്ത്, പ്രിസർവേറ്റീവ് ചേർത്ത് മേടിച്ചല്ല, വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് അതിൻ്റെ അകത്തെ മഞ്ഞ ആ ഒരു കറ കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള വെള്ള പൾപ്പ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുക. ഒട്ടുമിക്ക സ്കിൻ ഇൻഫെക്ഷൻസും പോകുന്നതാണ്, ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ. വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണയോ നമുക്ക് 1-2 ഡ്രോപ്പ് ഉറ്റിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ പോകും. വേപ്പെണ്ണ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേപ്പെണ്ണ നമ്മൾ ഈ കുറച്ചൊരു വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് സ്കിൻ ഇൻഫെക്ഷൻസ് വരുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാറുന്നതാണ്. ഇനി ഇതൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഒരു റെമഡി ഇല്ല, നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ ടൈമില്ല, അപ്പോയിൻമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടാണല്ലോ. അങ്ങനെയുള്ളൊരു, ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഹണി കാണുമല്ലോ, ഹണി കുറച്ച് അപ്ലൈ ചെയ്യുക. ഹണി എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിലെ മെയിൻ ഒരു ആന്റിസെപ്റ്റിക്, അല്ലെങ്കിൽ ഒരു വൂണ്ട് ഹീലിംഗ്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഹീലിംഗ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. തേൻ നിങ്ങൾ ഒന്ന് പുരട്ടി കൊടുക്കൂ, തീർച്ചയായിട്ടും 3-4 ദിവസം കഴിയുമ്പോൾ ഇൻഫെക്ഷൻ, അത് കണ്ടിന്യൂസ്ലി ചെയ്യണം, 2 നേരം, മാറുന്നതാണ്. ഇനി തുളസി ഉണ്ടെങ്കിൽ തുളസി ഇല അരച്ചിട്ടായാലും നിങ്ങൾക്ക് പുരട്ടാം. അപ്പം ഈ ഞാൻ മേൽ ലിസ്റ്റ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ഒരാഴ്ച ചെയ്ത് നോക്കാം. എന്നിട്ടും തീരെ കുറവില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വേഴ്സ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്കിൻ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഡോക്ടറെ സമീപിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡോക്ടറെ കാണേണ്ടതല്ല, കാണാൻ പറ്റാത്തവർക്ക് ഡോക്ടറെ കാണുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡീസും കൂടിയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.